താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ ജോഡികളും ശരിയാണ്. ശരിയായ ജോഡികൾ ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നേഷൻ; ഗുന്നർ മിർദാൽ, ഏഷ്യൻ ഡ്രാമ; അമർത്യ സെൻ, പോവർട്ടി ആൻഡ് ഫാമിൻ; ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. GST സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ശരിയായ പ്രസ്താവനകൾ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 122ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷം. 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, 2016 നവംബർ 8. ഒരു വർഷം ഒരു രാജ്യത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ദേശീയ വരുമാനം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ കാലയളവ്? ഉത്തരം ഓപ്ഷൻ ഡി, 1990-92, 1966-69, 1978-80. ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, 2010 ഏപ്രിൽ 1. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും. ശരിയായ പ്രസ്താവനകൾ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാഷ്ട്രപതിക്ക്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ശരിയായ പ്രസ്താവനകൾ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ദേശീയ ഗാനം. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നായിരുന്നു. കാലിക വാദങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ധ്രുവീയ കാറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ഡി. ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1861. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി തുടങ്ങിയവ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്താണ് സിവാലിക് നിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഡ്യൂണുകൾ സിവാലിക് നിരയിൽ കാണപ്പെടുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രകൂട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഇന്ദ്രാവതി. തിരുവിതാംകൂറിൽ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ നാലായി തിരിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ. 1941 കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ സംഘടിതരായ കർഷക തൊഴിലാളികൾ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ മർദ്ദന നയത്തിനെതിരെ നടത്തിയ ജനകീയ മുന്നേറ്റമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തിൽ സുബ്ബരായൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു. കയ്യൂർ സമരം പ്രമേയമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരം പ്രമേയമാക്കിയുള്ള നിരഞ്ജന എഴുതിയ നോവലാണ് ചിരസ്മരണ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ജോസഫ് നോയൽ പെറ്റൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഡേവിഡ് ഹാരെയ്ക്കൊപ്പം കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു, ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് രചിച്ചു, മുഗൾ ചക്രവർത്തി അക്ബർ രണ്ടാമൻ രാജ എന്ന ബഹുമതി നൽകി. ഫ്രഞ്ച് സമൂഹത്തിലെ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഫ്രഞ്ച് സമൂഹത്തിലെ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ഒന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചത് പുരോഹിതന്മാരായിരുന്നു. കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിൽ നികുതി പിരിച്ചു. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. കോർണിയ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം. ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗം. പീതബിന്ദു റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. കൺജന്റീവ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം. സന്ധികളുടെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലമുണ്ടാകുന്ന രോഗം.
ഉത്തരം ഓപ്ഷൻ സി റുമാറ്റിക് ആർത്രൈറ്റിസ്. കിടപ്പു രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആശ്വാസകിരണം. താഴെ പറയുന്നവയിൽ ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ ഏതാണ് മനുഷ്യരിൽ കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി സൾഫർ ഡൈ ഓക്സൈഡ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമാണ്. ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? ഉത്തരം ഓപ്ഷൻ എ 22. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ചാലനം. ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ ഏത് പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം? ഉത്തരം ഓപ്ഷൻ ബി സ്വേദനം. ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗം ഉത്തരം ഓപ്ഷൻ ഡി മാറിക്കൊണ്ടിരിക്കും. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്നത് ഏത് ബലം കാരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ഥിതവൈദ്യുത ബലം. ചെസ്സിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ? ഉത്തരം ഓപ്ഷൻ സി നിമ്മി എ ജോർജ്. ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ INS കീർപ്പാൺ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ എസ്റ്റേറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കഞ്ചിക്കോട് പാലക്കാട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി. സ്വിറ്റ്സർലാൻഡിൽ നടന്ന ലൂസൈൻ ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര സ്വർണം നേടി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്?
ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. 2023 ഓസ്കാറിലെ പുരസ്കാരങ്ങൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ഡാനിയൽ ക്വാൻ മികച്ച സംവിധായകൻ, മിഷേൽ യോ മികച്ച നടി, ബ്രാൻഡൻ ഫോസർ മികച്ച നടൻ, കാർത്തികി ഗോൺസാൽവസ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് വിഭാഗം. 2022 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പെരുമാൾ മുരുകൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുത വിശ്ലേഷണം നടത്തിയാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്റ്റീം മീഥേൻ റീഫോർമേഷൻ രീതിയിലൂടെയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഹൈഡ്രജൻ വേർതിരിക്കുന്നത്. SMR രീതിയിലൂടെ വേർതിരിക്കുന്ന ഹൈഡ്രജനെ ബ്രൗൺ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. SMR രീതിയിൽ കാർബൺ മോണോക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. നാസയും ഇസ്രോയും ചേർന്ന് വികസിപ്പിച്ച ഉപഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നിസാർ. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി TV ചന്ദ്രൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി BJP, കോൺഗ്രസ്, CPIM എന്നിവയെല്ലാം ഇന്ത്യയിലെ ദേശീയ പാർട്ടിയുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. 2022 കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 3167. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ശരിയായ പ്രസ്താവനകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ക്ഷയം ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ 4 മണി പൂക്കൾ എന്ന പദ്ധതി മികച്ച മാതൃകാ പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. കേരളത്തിൽ 1,00,000 പേരിൽ 67.4 പേർക്ക് ക്ഷയമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ നീൽ ദ്വീപിന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ഷഹീദ് ദ്വീപ്. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് AI ചാറ്റ്ബോട്ടായ അയോണിനെ ഉപദേഷ്ടാവായി നിയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി റൊമാനിയ. കേരള സർക്കാർ നൽകുന്ന വനിതാ രത്ന പുരസ്കാരം 2023 നേടിയവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ
വനിതാരത്ന പുരസ്കാരം 2023 നേടിയവരാണ് KC ലേഖ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആകെ എത്ര മെഡൽ നേടി? ഉത്തരം ഓപ്ഷൻ ഡി 107. ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി AM ഖാൻവിൽക്കർ. ലോക വനദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ മാർച്ച് 21. കപട സംക്രമണ മൂലകം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കോപ്പർനീഷ്യം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം? ഉത്തരം ഓപ്ഷൻ ഡി നിയോഡിമിയം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ചാൾസ് നിയമം. അഷ്ടപദിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇടയ്ക്ക. PK കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഗദ്ദിക. പരിചമുട്ട് കളി ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുമതം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് സാഹിത്യകാരി തിരിച്ചറിയുക. തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളത്ത് ജനിച്ചു. ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിൽ രചനകൾ നടത്തി. നീർമാതളം പൂത്ത കാലം എന്ന കൃതി രചിച്ചു. ഉത്തരം ഓപ്ഷൻ സി കമലാ സുരയ്യ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മൂന്നാമത്തെ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ്. അവകാശികളുടെ രചയിതാവായ വിലാസിനിയുടെ യഥാർത്ഥ നാമം MK മേനോൻ എന്നാണ്. 1983 വയലാർ പുരസ്കാരം അവകാശികൾ നേടി. അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല? ഉത്തരം ഓപ്ഷൻ ബി കോട്ടയം. തട്ടുപൊളിപ്പൻ എന്നത് ഏത് കലാരൂപത്തിന്റെ മറ്റൊരു പേരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ചവിട്ടുനാടകം. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം.
മുത്തലാഖ് പിൻവലിക്കാൻ ഇടയാക്കിയ കേസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഷെയറ ബാനു കേസ്. ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2012 നവംബർ 14. ICDS വഴി എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ലഭിക്കും? ഉത്തരം ഓപ്ഷൻ സി, 6. പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി, സുകന്യ സമൃദ്ധി യോജന. വിവരങ്ങൾ സ്ഥിരമായി ശേഖരിച്ചു വെക്കുന്ന മെമ്മറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സെക്കൻഡറി മെമ്മറി. ഐസ്ക്രീം സാൻഡ്വിച്ച് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പതിപ്പാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആൻഡ്രോയിഡ്. ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, OS 360. ഗൂഗിളിന്റെ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മാധവിക്കുട്ടി. ഡൊമെയിൻ നെയിമുകൾ തെറ്റായി കൈവശം വയ്ക്കുന്ന കുറ്റകൃത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സൈബർ സ്ക്വാട്ടിംഗ്. അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ എ, കാര്യം സാധിക്കുക. ഐ വിൽ ബി ദെയർ അറ്റ് 2 o'clock വിത്തൗട്ട് ഫെയിൽ എന്നതിന്റെ ശരിയായ പരിഭാഷ? ഉത്തരം ഓപ്ഷൻ സി, തീർച്ച, ഞാൻ 2 മണിക്ക് അവിടെ എത്തിയിരിക്കും. ഭൗമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ സി, പ്രമാണിമാർ. മാസപ്പടി മാധുപിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, വേളൂർ കൃഷ്ണൻകുട്ടി. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നതിന്റെ ശരിയായ വിവർത്തനം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, എല്ലാ സാധ്യതകളും പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അതിഥി. അറിവിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി അജഗജാന്തര വ്യത്യാസം. നീണം എന്നർത്ഥം വരുന്ന പദം. ഉത്തരം ഓപ്ഷൻ ഡി രുധിരം. മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ അക്കിത്തം. കോവിലൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ സി പി വി അയ്യപ്പൻ. 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയറിന്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 2400. നഫിയ ഒരു ബാങ്കിൽ 15,000 രൂപ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു. 2 വർഷം കൊണ്ട് 1650 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5.5%. ഒരു ക്ലാസ്സിൽ പ്രജിത്തിന്റെ റാങ്ക് മുന്നിൽ നിന്ന് 17-മതും പിന്നിൽ നിന്ന് 28-മതുമാണ് എങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 44. ഒരു ക്ലോക്കിൽ സമയം 11:50 ആണ്. ഒരു കണ്ണാടിയിലെ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി 12:10. -3, 3, 13, 27, 45. അടുത്ത സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 67. ഒരു സമചതുരത്തിന്റെ വശങ്ങൾ ഇരട്ടിച്ചാൽ അതിന്റെ വിസ്തീർണം ഉത്തരം ഓപ്ഷൻ ഡി 6 ഇരട്ടിയാകും. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക 100 ആയാൽ തുടർന്നുള്ള 10 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 300. ഒരു മുറിയുടെ നീളം വീതിയുടെ 2.5 മടങ്ങാണ്. മുറിയുടെ ചുറ്റളവ് 70 മീറ്റർ ആണെങ്കിൽ അതിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മീറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ സി 200. പ്രവീൺ വീട്ടിൽ നിന്നും പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടന്ന ശേഷം ഇടത്തോട്ട് 3 കിലോമീറ്റർ നടക്കുകയും അവിടെ നിന്നും വീണ്ടും 2 കിലോമീറ്റർ ഇടത്തോട്ട് നടക്കുകയും ചെയ്തു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. എന്നാൽ പ്രവീൺ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ഉത്തരം ഓപ്ഷൻ സി 10 കിലോമീറ്റർ. ഗണേഷിനെ നോക്കി ഗീത പറഞ്ഞു, അവൻ എൻ്റെ അമ്മാവന്റെ ഏക സഹോദരിയുടെ ഭർത്താവിന്റെ മകനാണ്. എങ്കിൽ ഗണേഷിന്റെ ആരായിരിക്കും ഗീത? ഉത്തരം ഓപ്ഷൻ എ സഹോദരി.